നമസ്കാരം. നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ആരാണ്? നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ കർഷകരാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം മണ്ണിനോടും മഴയോടും മഞ്ഞിനോടും പടവെട്ടി ചൂടും തണുപ്പും വകവെക്കാതെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകരാണ് നമ്മുടെ ഓരോരുത്തരുടെയും സൂപ്പർ സ്റ്റാറുകൾ. അവരുടെ വിയർപ്പിൻ്റെ ഫലം, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഓരോ മനുഷ്യനും 3-4 നേരം കഴിക്കുന്ന ആഹാരം. ആ മനുഷ്യസ്നേഹികളായ പ്രകൃതി സ്നേഹികളായ കർഷകരില്ലെങ്കിൽ നാം ഓരോരുത്തരും അന്നം കഴിക്കാതെ ജീവിക്കേണ്ടി വരും. അപ്പോൾ നാം ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഈ അധ്വാനശീലരായ കർഷകരെയാണ്. അവരുടെ കഴിവുകളെ നാം ബഹുമാനിക്കണം, അവരെ നാം സ്നേഹിക്കണം. കർഷകർ കാട്ടുന്ന കൃത്യനിഷ്ഠ, ജീവിതക്രമം ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരുടെ കരവിരുത് നാം മനസ്സിലാക്കി വേണ്ട പിന്തുണ അവർക്ക് നൽകണം. ഓണം ആഘോഷിക്കാൻ പോകുന്ന നാം കാർഷിക ഉത്സവത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. മരമടി തുടങ്ങിയ കാർഷിക മേളകൾ വരെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഓരോ പ്രവൃത്തിയും കർഷകരിലൂടെയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അതിനാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ നാടിൻ്റെ കർഷകരാണ്. അവർ ഓരോ നാട്ടിലെ സൂപ്പർ സ്റ്റാറുകളായ കർഷകർ ഓരോ മുക്കിലും മൂലയിലുമുണ്ട്. അവരെ ആരാധിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. അവരുടെ വാർത്തകളാണ് നമ്മൾ അറിയേണ്ടത്, അവരുടെ വേദനയാണ് നമ്മൾ അറിയേണ്ടത്. അവരുടെ കരസ്പർശമേൽക്കാത്ത വയലേലകൾ ഇല്ല. പന്തൽ കെട്ടി പാവലും പടവലും കോവലും അവർ വളർത്തുന്നു. പച്ചവിരിച്ച നെൽവയൽ അവർ നെയ്തെടുക്കുന്നു. ചുമപ്പും പച്ചയും നിറഞ്ഞ ചീരത്തോട്ടങ്ങൾ അവർ അധ്വാനത്തിലൂടെ വളർത്തിയെടുക്കുന്നു. അങ്ങനെ നാടിന് വേണ്ടുന്നത് കണ്ണിന് കുളിർമയാർന്ന പ്രവർത്തനങ്ങൾ അവർ നമുക്ക് പകർന്നു തരുന്നു. അവർ തന്നെയാണ്, ആ കർഷകർ തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. കർഷകരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അതാകണം നമ്മുടെ ലക്ഷ്യം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.